ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് കൊച്ചി ഇടപ്പള്ളിയിൽ പുതിയതായി ആരംഭിച്ച ഹംഗ്രി മൃണാൾ എന്ന റെസ്റ്റോറൻറ്റിൽ ഞാൻ പോയപ്പോൾ എനിക്ക് അനുഭവപ്പെട്ട കാര്യങ്ങളും അവിടെ കണ്ട ചെറിയ ചെറിയ പ്രശ്നങ്ങളും, അതായത് പരിഹരിച്ച് മുന്നോട്ട് പോകാൻ പറ്റുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. അതുപോലെ തംബ്നെയിലുള്ള പോലെ ഫ്രീ ആയിട്ട് എങ്ങനെ ഫുഡ് കഴിക്കുക എന്നുള്ളത് നമുക്ക് പിന്നീട് പറയാം. ഫസ്റ്റ് ടൈം ഞാൻ അവിടെ പോയപ്പോൾ തന്നെ അവിടെ എന്താ പറയുക, 4 വീലർ എന്ന് പറഞ്ഞൊരു സംഭവം അവിടെ ഒറ്റ വണ്ടിയില്ല, ഉള്ളത് മൊത്തം 2 വീലേഴ്സാണ്. മൃണാൾ എൻ്റെ വീഡിയോയിലൂടെ പറഞ്ഞത് 4 വീലേഴ്സ് ഈ ഭാഗത്തേക്ക് വരണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഒറ്റ 4 വീലേഴ്സും അവിടെ പാർക്ക് ചെയ്തിട്ടില്ല. അതുപോലെ ഉള്ള ആകെ 2 വീലേഴ്സും അവിടെ എന്താണെന്നില്ല കാര്യമായിട്ട് വരുന്നില്ല. അത് ഡെലിവറി ബോയിൻ്റെ 2 വീലേഴ്സൊക്കെയാണ് അവിടെ കാണുന്നുള്ളൂ. അതുപോലെ ഫുഡ് കഴിക്കാനായിട്ട് വരുന്ന 2 വീലേഴ്സും അവിടെ വളരെ കുറവാണ്. ഇത് മൃണാൾ പറഞ്ഞതിൻ്റെ ഒരു എഫക്റ്റായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതായത് മൃണാൾ വീഡിയോയിൽ പറഞ്ഞത് 4 വീലേഴ്സ് ഈ ഭാഗത്തേക്ക് വരണ്ട, അതായത് സാധാരണക്കാർ വന്നാൽ മതി, സാധാരണക്കാർക്ക് മാത്രമേ ഇവിടെ ഭക്ഷണമുള്ളൂ. അപ്പോൾ ഇത് ചിന്തിക്കുന്ന ഏതൊരാളും പിന്നെ അവിടത്തേക്ക് ഭക്ഷണം കഴിക്കാനും പ്രിഫർ ചെയ്യൂല. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു സാധാരണക്കാരനാണ്, തീരെ പാവപ്പെട്ടവരാണ് എന്നുള്ളൊരു ഫീൽ നമുക്ക് അവിടെ പോകുന്നതോടെ കുറേ ആളുകളുടെ മൈൻഡിൽ വരും. അപ്പോൾ ആരും ആ ഹോട്ടലിൽ പ്രിഫർ ചെയ്യൂല ഫുഡ് കഴിക്കാനായിട്ട്. അത് മൃണാൾ വലിയൊരു സ്ഥാപനം തുടങ്ങി തീരെ ചിന്തിക്കാതെ ഒരു വീഡിയോ ചെയ്ത് തന്നെ ഒരു എഫക്റ്റ്, അതായത് നെഗറ്റീവായിട്ട് ബിസിനസ്സിനെ എഫക്റ്റ് ചെയ്ത ഒരൊറ്റ വീഡിയോയിലൂടെ വമ്പൻ തിരിച്ചടിയാണ് അയാൾക്ക് ഉണ്ടായത്. അദ്ദേഹം ചെയ്യേണ്ടിയിരുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്കറിയാം ഇപ്പോൾ ഒരുപാട് സ്ഥാപനങ്ങൾ കാണാം, ഹോട്ടലായാലും ടെക്സ്റ്റൈൽസുകളൊക്കെ ആയാലും പാർക്കിംഗ് സ്പേസ് ഇല്ലെങ്കിൽ തൊട്ടടുത്ത് സ്ഥാപനത്തിൻ്റെ തൊട്ടടുത്ത് ചെറിയൊരു സ്പേസ് റെൻറ്റിനെടുത്തോ അല്ലെങ്കിൽ പർച്ചേസ് ചെയ്തോ പാർക്കിംഗ് സൗകര്യം അറേഞ്ച് ചെയ്ത് കൊടുക്കും. വണ്ടികൾ സ്ഥാപനത്തിലേക്ക് വരുന്ന വണ്ടികൾക്ക് അവിടെ പാർക്ക് ചെയ്യാം, ഭക്ഷണം കഴിക്കാം, തിരിച്ചു പോയി അവിടുന്ന് വണ്ടി എടുത്ത് പോവാം. തൊട്ടടുത്ത് അല്ലെങ്കിൽ ഒരു 50 മീറ്റർ 100 മീറ്റർ ഗ്യാപ്പിലാണെങ്കിലും പാർക്കിംഗ് സൗകര്യം ഉണ്ടെങ്കിൽ ആളുകൾ അത് അക്സെപ്റ്റ് ചെയ്യും. പക്ഷേ ഇദ്ദേഹം ഒരു വണ്ടിയും, അതായത് 4 വീലർ ആ ഭാഗത്തേക്ക് വരണ്ട, സാധാരണക്കാർക്കുള്ളതാണ് എന്ന് പറഞ്ഞതോടുകൂടി സംഭവം മൊത്തം ജനങ്ങളും അദ്ദേഹത്തിനെതിരായി. മൃണാൾ മുൻപ് ഒരു വീഡിയോ ചെയ്തത് ഞാൻ കണ്ടു. അതായത് ലേ മെറിഡിയനിൽ ഓട്ടോ കയറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഒരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ അദ്ദേഹം ചെയ്ത ആ വീഡിയോയ്ക്ക് നേരെ ഓപ്പോസിറ്റാണ് അദ്ദേഹം ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. ലേ മെറിഡിയനിൽ ഓട്ടോറിക്ഷ കയറ്റുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിൽ നേരെ 4 വീലേഴ്സ് കയറ്റുന്നില്ല എന്നുള്ളൊരു തീരുമാനം അദ്ദേഹം എടുത്തത് വളരെ മണ്ടത്തരമായിട്ടുള്ളൊരു തീരുമാനമാണ്. അദ്ദേഹം ചെയ്യേണ്ടിയിരുന്നത് ഒരു ചെറിയൊരു പാർക്കിംഗ് സ്പേസ് അറേഞ്ച് ചെയ്ത് കൊടുക്കുക എന്നുള്ളൊരു കാര്യമായിരുന്നു അദ്ദേഹം ചെയ്യേണ്ടിയിരുന്നത്. ഈ ഒരു സ്ഥാപനത്തിൻ്റെ മൊത്തം കൺസ്ട്രക്ഷൻ നോക്കുകയാണെങ്കിൽ എന്താ പറയുക, നമുക്കൊരു ചെറിയൊരു തട്ടിക്കൂട്ട് സെറ്റപ്പായിട്ടാണ് നമുക്ക് തോന്നിയത്. പക്ഷേ അദ്ദേഹം നല്ല പോലെ പൈസ മുടക്കിയിട്ടുണ്ട്. ഈ ഒരു സ്ഥാപനം സ്റ്റാർട്ട് ചെയ്യാൻ നല്ല രീതിയിൽ പൈസ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അതായത് ഒരു ഷെഡാണ്, എന്താ പറയുക, നമ്മൾ ഒരു ഗോഡൗണൊക്കെ അടിക്കുന്ന പോലെ ഒരു ഷെഡാണ് ശരിക്കും ഈ ഒരു സ്ഥാപനം. പക്ഷെ അദ്ദേഹം നല്ല പോലെ പൈസ സ്പെൻഡ് ചെയ്ത് ഇൻറ്റീരിയർ വർക്കൊക്കെ നല്ല അടിപൊളിയായിട്ട് ചെയ്ത് ഡൈനിങ് ഏരിയ ആക്കിയിട്ടുണ്ട്. അതുപോലെ ഡൈനിങ് ഏരിയ നല്ല സ്പേസിൽ ഡൈനിങ് ഏരിയ ചെയ്തിട്ടുണ്ട്. അതുപോലെ കിച്ചണ് നല്ല അടിപൊളിയായിട്ട് കിച്ചൺ ചെയ്തിട്ടുണ്ട്. മിക്കവാറും ഇതിൻ്റെ ബാക്കിൽ വാഷ് ചെയ്യാനുള്ള സൗകര്യം നല്ല അടിപൊളിയായിട്ടുണ്ടാവും. അതൊന്നും നമ്മൾ കണ്ടില്ല. അതുപോലെ ഈ തൊഴിലാളികൾക്ക്, അതായത് വർക്കേഴ്സിന് താമസിക്കാനുള്ള സൗകര്യം മിക്കവാറും അദ്ദേഹം ഇതിൻ്റെ ബാക്ക് സൈഡിലും അല്ല മുകളിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും. അദ്ദേഹം നല്ല രീതിയിൽ എൻ്റെ കാഴ്ചപ്പാടിലൊരു 50 lakhs to 1 crore ഈ ഒരു ഗ്യാപ്പിൽ ഇതിൻ്റെ ഒരു ചിലവ് കാണുന്നത്. ഈ ഒരു സ്ഥാപനം തുടങ്ങാനുള്ളൊരു ചിലവ് 50 lakh to 1 crore അടുത്ത് വന്നിട്ടുണ്ടാവും. ഞാൻ കണ്ട ഭാഗങ്ങളിൽ എനിക്ക് ചെറിയൊരു നെഗറ്റീവായിട്ട് തോന്നിയത് ഇതിൻ്റെ ഡൈനിങ് ഏരിയയും വാഷ് ഏരിയയും അടുത്തടുത്താണ്. നമ്മൾ ഏതൊരു സ്റ്റാൻഡേർഡുള്ള ഹോട്ടലിൽ കയറുകയാണെങ്കിലും കുറച്ച് ഉൾഭാഗത്തായിട്ടോ അല്ലെങ്കിൽ നല്ലൊരു പാർട്ടീഷന് ഡൈനിങ് ഏരിയയും അതുപോലെ ഹാൻഡ് വാഷ് ഏരിയയും തമ്മിലുണ്ടാവും. പക്ഷേ ഈ ഒരു
ഇത് ഇവിടെ കാണുന്നില്ല. അവിടെ നല്ലൊരു പാർട്ടീഷൻ വന്നിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് എനിക്ക് തോന്നുന്നു ഈ ഒരു ഈച്ചയുടെ ശല്യവും ഈ ഒരു പാർട്ടീഷൻ വരുന്നതോടുകൂടി ചെറിയ രീതിയിൽ കുറക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ട്. അതായത് ഈ വാഷ് ഏരിയയിലുള്ള വാഷ് ബേസിൻ്റെ അടിയിലുള്ള ഹോളിലൂടെയൊക്കെ ഈച്ച മുകളിലേക്ക് കയറാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ കഴിക്കുമ്പോഴൊക്കെ ഈച്ച ഇങ്ങനെ പാറി കളിക്കുന്നുണ്ട്. പക്ഷെ അത് ഈ ഒരു പാർട്ടീഷൻ വരുന്നതോടുകൂടി അത് കുറക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെയുള്ള മറ്റൊരു പ്രശ്നമാണ് കുടിവെള്ളത്തിൻ്റെ പ്രശ്നം. നമ്മൾ ഭക്ഷണം കഴിച്ച് പകുതി ആകുമ്പോഴേക്കാണ് വെള്ളത്തിൻ്റെ കാര്യം ഓർമ്മ വരിക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇവിടുന്ന് ഭക്ഷണം കഴിക്കുന്നത് നിർത്തി അവിടെ ഓടിപ്പോയി അവിടുന്ന് വെള്ളം എടുത്ത് കുടിക്കണം. അത് വലിയൊരു പ്രശ്നമാണ്. ഇങ്ങനെയൊക്കെ ഉള്ള സർവീസ് ആണെങ്കിൽ ആളുകൾ ഒരു റിപ്പീറ്റിംഗ് കസ്റ്റമേഴ്സ് ഇവിടെ കുറയും. അതായത് വൺ ടൈം കസ്റ്റമേഴ്സേ ഇവിടെ വരുള്ളൂ. സെക്കൻഡ് ടൈം ആളുകൾ ഈ ഒരു ഹോട്ടൽ പ്രിഫർ ചെയ്യൂല. ഭയങ്കര ഒരു നെഗറ്റീവാണിത്. ചെറിയ രീതിയിലല്ല അത് ഈ ഒരു കച്ചവടത്തെ ബാധിക്കുക. ആളുകൾ നല്ല സൗകര്യമുള്ള സ്ഥലങ്ങൾ, ഇതിലും നല്ല സൗകര്യമുള്ള സ്ഥലങ്ങൾ തേടിപ്പോവും. അതിനെന്തായാലും വെള്ളം കൊടുക്കാൻ എന്തായാലും അദ്ദേഹം ഒരാളെ ഏർപ്പാട് 100 ആളുകൾക്ക് ഇരിക്കാൻ പറ്റിയ സ്ഥലത്തൊരു കുറഞ്ഞതൊരു 2 ആളെങ്കിലും അദ്ദേഹം വാട്ടർ സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നിർബന്ധമായിട്ടും വെക്കേണ്ട കാര്യങ്ങളാണ്. ചെറിയ ചെറിയ കുറവുകളെ ഈ ഒരു സ്ഥാപനത്തിൽ ഞാൻ കാണുന്നുള്ളൂ. പക്ഷെ അതൊക്കെ നമ്മൾ സോൾവ് ചെയ്ത് മുന്നോട്ട് പോകാവുന്നൊരു പ്രശ്നങ്ങളെ അവിടെ ഞാൻ കാണുന്നുള്ളൂ. അതുപോലെ ഇവരെ വർക്കേഴ്സിൻ്റെ തൊഴിലാളികളുടെ കാര്യത്തിൽ വരികയാണെങ്കിൽ ഇവരൊക്കെ ഫേസിൽ എന്താ പറയുക, നല്ല ടെൻഷനുണ്ട്. മൃണാൾ നല്ലപോലെ ചിരിച്ച് കളിച്ച് വീഡിയോ ചെയ്യുന്നുണ്ട്, ഇൻ്റർവ്യൂ കൊടുക്കുന്നുണ്ടെങ്കിലും ഈ അവിടുത്തെ സൂപ്പർവൈസേഴ്സ് ആണെങ്കിലും അതുപോലെ അവിടുത്തെ തൊഴിലാളികളാണെങ്കിലും അവരൊക്കെ ഫേസിൽ നല്ല ടെൻഷനുണ്ട്. അവർ എന്താ പറയുക, ഞാനൊരു ക്യാമറ എടുത്ത് പോയപ്പോൾ തന്നെ അവരെ മുഖമൊക്കെ എന്നെ ഭയങ്കരമായിട്ട് വാച്ച് ചെയ്യാം. എന്താ പറയുക, നല്ല മുഖമൊക്കെ നല്ല രീതിയിൽ എന്താ പറയുക, നമ്മൾ ഒരു പേടിയുള്ള ഭയത്തോട് കൂടിയുള്ള മുഖം കാണൂലേ, ഈ ഒരു രീതിയിലാണ് ഇവരെ വർക്കേഴ്സിൻ്റെ ഫേസൊക്കെ കാണാനുള്ളത്. അതുപോലെ അവിടുത്തെ സൂപ്പർവൈസേഴ്സ് ആണെങ്കിലും നല്ലൊരു സ്ഥാപനമാണെങ്കിൽ ചിരിച്ചു കൊണ്ടുള്ള ഒരു 2-3 ആളെങ്കിലും അവിടെ സ്ഥാപനത്തിൽ കാണും. പക്ഷേ സൂപ്പർവൈസേഴ്സ് ആണെങ്കിലും അതുപോലെ ഫുഡ് സപ്ലൈ ചെയ്യുന്നവരാണെങ്കിലും ഇവരൊന്നും ഫേസിൽ ചിരി എന്ന് പറയുന്നൊരു സംഭവമില്ല. എല്ലാവരും ഭയങ്കര ടെൻസ്ഡാണ്. അവരെ ഫേസൊക്കെ എന്തോ ഒന്ന് നല്ല ഭയമുള്ള പോലെ ഉണ്ട് അവരെ. അത് മിക്കവാറും മൃണാളിൻ്റെ ഈ വീഡിയോയും അതുപോലെ ആളുകളെ റെസ്പോൺസൊക്കെ കണ്ടിട്ട് റിവ്യൂ വീഡിയോ ഒക്കെ കണ്ട് ഇത് ഏത് നിമിഷവും ഈ ഒരു സ്ഥാപനം അടച്ചു പൂട്ടാമെന്നുള്ളൊരു ഭയം ഈ തൊഴിലാളികളിലുണ്ടാവും. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരെ ജോലി പോകുന്ന കേസാണ്. അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷനായിരിക്കാം ഈ ആളുകളിൽ കാണുന്നത്. അതുപോലെ ഇതൊരു ട്രെൻഡിങ് ഇഷ്യൂ ആണ്. ഇപ്പോൾ യൂട്യൂബിലാണെങ്കിലും ഫേസ്ബുക്കിലാണെങ്കിലും ഈ ഒരു മൃണാളിൻ്റെ റെസ്റ്റോറൻറ്റ് ഒരു ട്രെൻഡിങ് ആണ്. അപ്പോൾ ഒരുപാട് യൂട്യൂബേഴ്സ് ഇവിടെ വന്ന് വീഡിയോ എടുക്കുന്നുണ്ട്, അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അവർക്കൊക്കെ എന്താ പറയുക, ഇപ്പോൾ ചെറിയ രീതിയിൽ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്താലും ഇവിടുന്ന് കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ പൈസ അവർക്ക് തിരിച്ചു കിട്ടും. യൂട്യൂബിലെ മോണിറ്റൈസേഷൻ ഉള്ള യൂട്യൂബേഴ്സ് ആണെങ്കിൽ അവർക്ക് കഴിക്കുന്ന ഭക്ഷണം എന്തായാലും പൈസ മുടക്കേണ്ട വരില്ല. അത് യൂട്യൂബിലൂടെ അവർക്ക് തിരിച്ചു കിട്ടും. അത് അവർക്ക് സൗജന്യമായിട്ട് ഈ ഒരു ടൈമിൽ അവിടെ പോയി യൂട്യൂബേഴ്സ് ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ അവർക്ക് ഫ്രീ ആയിട്ട് ഭക്ഷണം കഴിക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ ഇദ്ദേഹത്തിൻ്റെ ഒരു മണ്ടൻ തീരുമാനമായിട്ട് എനിക്ക് തോന്നിയത് കേരളത്തിൽ റേറ്റ് കുറച്ചിട്ട് ക്വാളിറ്റി ഫുഡ് കൊടുക്കുക എന്നുള്ളതാണ്. അതായത് കേരളത്തിൽ റേറ്റ് കുറക്കേണ്ട ഒരു ആവശ്യമില്ല. ഇവിടെ കേരളത്തിൽ ക്വാളിറ്റി ഫുഡിന് അതിൻ്റേതായ റേറ്റ് ഇട്ടാലും ആളുകൾ ഭക്ഷണം കഴിക്കും. നോർത്തിൽ ഏതെങ്കിലും ഭാഗത്തൊക്കെ ആണെങ്കിൽ ഈ ഒരു കൺസെപ്റ്റ് സക്സസ് ആവും. പക്ഷെ കേരളത്തിൽ ക്വാളിറ്റി ഫുഡ് കഴിക്കാനുള്ള പൈസയ്ക്ക് കേരളത്തിലെ ആളുകളുടെ കയ്യിലുണ്ട്. അത് എത്രയാണെങ്കിലും ഒരു വൺ ടൈം ഫുഡിന് ഒരു 500 രൂപയൊക്കെ മുടക്കുന്നതിൽ എനിക്ക് തോന്നുന്നില്ല കേരളത്തിലെ ആളുകൾ മടി കാണിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് അദ്ദേഹത്തിൻ്റെ ഒരു മണ്ടൻ തീരുമാനമാണ്. റേറ്റ് കൂടിയാലും പിന്നെ കേരളത്തിലെ ആളുകൾക്ക് പ്രശ്നമില്ല. പക്ഷെ ക്വാളിറ്റി അല്ലെങ്കിൽ സർവീസ് ഇത് നല്ലതായിരിക്കണം. അവസാനമായി എനിക്ക് പറയാനുള്ളത്, ഈ ഒരു സംരംഭം അവിടെ വിജയിക്കട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. മൃണാൾ തൻ്റെ ചെറിയ ചെറിയ തെറ്റുകളൊക്കെ തിരുത്തി മുന്നോട്ട് പോയാൽ ഈ ഒരു സംരംഭം അവിടെ വിജയിക്കും. അത് 100% ഉറപ്പുള്ളൊരു കാര്യമാണ്. അതുപോലെ ഒരുപാട് ആളുകൾക്ക് അവിടെ ജോലി
ലഭിക്കുന്നുണ്ട്. അതായത് ഒരു സ്ഥാപനത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു യൂണിറ്റിൽ തന്നെ ഒരു 10-20-25 വർക്കേഴ്സ് ഉണ്ട്. ഫ്രണ്ട് എൻഡിലായാലും അതിൻ്റെ ബാക്ക് എൻഡിലായാലും 10-25ഓളം ആളുകൾ അവിടെ ജോലി ചെയ്യുന്നുണ്ട്. അവരുടെ ജോലി നഷ്ടപ്പെടാതെ ഈ ഒരു സംരംഭം തുടങ്ങിയ എല്ലാ സ്ഥലങ്ങളിലും വിജയിക്കട്ടെ എന്നാണ് എനിക്ക് അവസാനമായിട്ട് പറയാനുള്ളത്. അതിന് അദ്ദേഹം ചെയ്യേണ്ടത് അദ്ദേഹത്തിൻ്റെ ചെറിയ ചെറിയ തെറ്റുകൾ തിരുത്തുക. കണ്ണൂർ സ്വദേശിയായതുകൊണ്ട് തെറ്റ് തിരുത്തി മുന്നോട്ട് പോയ അദ്ദേഹത്തിനെ നമ്മൾ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. അദ്ദേഹത്തിന് അറിയാം. അദ്ദേഹത്തിൻ്റെ തെറ്റുകൾ തിരുത്തി കേരളത്തിലെ എല്ലാ ആളുകളും ഇവിടെ പോയി ഫുഡ് കഴിച്ച് നല്ലൊരു സംരംഭമായി വളരട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം.